എന്താണ് കേരളത്തിലെ ആരോഗ്യമന്ത്രി കഴിഞ്ഞ 10 വർഷക്കാലം പറഞ്ഞു നടന്നത്? അദ്ദേഹത്തിന് ചില ആളുകൾ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കും. ആ സ്ക്രിപ്റ്റ് വെച്ച് കോമഡി വായിച്ചുകൊണ്ട് നടന്ന ഒരു കൊമേഡിയനായിരുന്നു കേരളത്തിലെ ആരോഗ്യമന്ത്രി. ഇപ്പോൾ ആ കൊമേഡിയൻ പൂർണ്ണമായും ഒരു കോമാളിയായി മാറുന്ന അനുഭവമാണ് 2 മാസം കൊണ്ട് കേരളത്തിന് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഇന്നലെയാണ് ബേടകത്തെ മുഹമ്മദ് ഇയാസ് എന്ന 9 വയസ്സുള്ള കുട്ടി സർജറിക്കിടെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ആ കുടുംബത്തെ ഡിവൈഎഫ്ഐ സന്ദർശിച്ചു. ആ കുട്ടിയുടെ ഉപ്പയും കുട്ടിയുടെ ബന്ധുക്കളുമെല്ലാം ഹോസ്പിറ്റൽ അനാസ്ഥയാണ്, ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് വന്ന പിഴവാണ് മരണകാരണം എന്ന് ആരോപണമുയർത്തുകയാണ്. വളരെ ആരോഗ്യത്തോടെ ആശുപത്രിയിലേക്ക് കടന്നു വന്ന ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ വയറ്റിൽ നിന്നും പൊക്കിൾക്കൊടിയിൽ നിന്നും വെള്ളം പോകുന്നു എന്ന കഴിഞ്ഞ കുറേ നാളുകളായുള്ളൊരു പ്രയാസം, വളരെ ഒരു മൈനർ സർജറിയിലൂടെ പരിഹരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ചെറിയ പ്രയാസമാണ്. ഇവിടെ അങ്ങേയറ്റം കുറ്റകരമായ അനാസ്ഥയുടെ ഭാഗമായി ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പറയാൻ കഴിഞ്ഞ 2 മാസക്കാലമായി കേരളത്തിൽ UDFിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ തുടർക്കഥ, ഈ അനാസ്ഥ കേരളത്തിൽ തുടർക്കഥയായി മാറുകയാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ, കോഴഞ്ചേരി മെഡിക്കൽ കോളേജിൽ, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ രോഗിയുടെ കാലിൽ നിന്നും പുഴുവരിക്കുന്ന ദൃശ്യം ഈ കേരളത്തിന് കാണേണ്ടി വന്ന സാഹചര്യമുണ്ട്. കേരളത്തിലെ ആരോഗ്യമന്ത്രി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഇത് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്, എനിക്കിതിൽ ഉത്തരവാദിത്തമില്ല എന്നാണ് കേരളത്തിലെ ആരോഗ്യമന്ത്രി പറയുന്നത്. ഗവൺമെൻറ്റാണ് സ്വാഭാവികമായും ഉത്തരവാദിത്വത്തോടെ ഇത്തരം പിഴവുകൾ ചൂണ്ടിക്കാണിച്ച് അത് തിരുത്തുന്നതിന് വേണ്ടി ഇടപെടേണ്ടത് കേരളത്തിലെ സർക്കാരാണ്. വിജിലൻ്റായി കേരളത്തിലെ ഗവൺമെൻറ് ഇടപെടുമ്പോഴാണ് ആശുപത്രിയിലെ ഏറ്റവും താഴെ തട്ടിൽ തൊഴിലെടുക്കുന്ന PTS ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടെ ഗൗരവപൂർവ്വം ആ തൊഴിൽ നിർവഹിക്കുന്നത് തങ്ങളെ ശ്രദ്ധിക്കാൻ ഒരു ഗവൺമെൻറ് മേലെ ഉണ്ട് എന്ന ഉത്തരവാദിത്തം ഉണ്ടാകുമ്പോഴാണ്. എന്നാൽ ഇവിടെ ഈ ഗവൺമെൻറ് തുടരുന്ന അങ്ങേയറ്റം അശ്രദ്ധയും അനാസ്ഥയും എന്തുമാകാം കേരളത്തിലെ ആരോഗ്യരംഗത്ത് എന്ന സാഹചര്യം ഉണ്ടാക്കുകയാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് കേരളത്തിലെ കോർപ്പറേറ്റുകളായി ഇത്തരം KKRഉം ബ്ലാക്ക് സ്റ്റോണും ഉൾപ്പെടെയുള്ള കുത്തക ആശുപത്രി കമ്പനികളുടെ പണം കൂടി പിൻപറ്റിക്കൊണ്ടാണ്. ഞങ്ങളിവിടെ ന്യായമായും സംശയിക്കുന്നത് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ രംഗത്തെ തകർക്കുകയെന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ അജണ്ടയായി മാറുകയാണ്. ഇവിടെ ഈ ഗവൺമെൻറ് നേരത്തെ ഇവരുടെ പ്രകടന പത്രികയുടെ ഭാഗമായി പ്രഖ്യാപിച്ച 25 ലക്ഷം ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള സ്വകാര്യ കുത്തകളെ സഹായിക്കുന്ന നിലപാടുകളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. സ്വാഭാവികമായും സംശയിക്കാവുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടാവുകയാണ്. കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ രംഗത്തെ തകർത്ത് ഈ കുത്തകളുടെ കൈകളിലേക്ക് ലക്ഷങ്ങൾ മുടക്കിയാൽ മാത്രം മൈനർ സർജറി പോലും നടത്താൻ വേണ്ടി കഴിയുന്ന രീതിയിലേക്ക് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ ഈ ഭീമന്മാരുടെ കൈകളിൽ എത്തിക്കുന്ന നിലപാടാണ് കേരളത്തിലെ UDF സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും അതിനു കേരളത്തിലെ DYFI അനുവദിക്കില്ല. കാരണം കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗമെന്ന് പറയുന്നത് നമ്മൾ പടപൊരുതി നേടിയതാണ്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പടിപടിയായി സ്വീകരിച്ച ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ട് മറ്റ് കെട്ടിട സമുച്ചയം കൊണ്ടെല്ലാം ഏറ്റവും മെച്ചപ്പെട്ട ആതുര ശുശ്രൂഷ കേന്ദ്രമായി കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗം മാറിയത്. അതിനെ തകർക്കാനാണ് കേരളത്തിൽ UDF സർക്കാർ നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ എന്ത് വില കൊടുത്തും DYFI അതിനെ നേരിടും. അതുമാത്രവുമല്ല, ഞങ്ങളിവിടെ ആവശ്യപ്പെടുന്നത് ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്രാന്വേഷണം നടത്തുന്നതിന് വേണ്ടി പ്രത്യേക മെഡിക്കൽ ബോർഡ് ടീമിനെ രൂപീകരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് തയ്യാറാക്കണം. ഈ കുടുംബത്തിന് അടിയന്തരമായും അർഹമായ ധനസഹായം നൽകാൻ ആവശ്യമായ ഇടപെടൽ ഈ ഗവൺമെൻറ് സ്വീകരിക്കണം. ആ കുഞ്ഞുങ്ങളുടെ അവൻ്റെ സഹോദരങ്ങളുണ്ട്, 2 കുട്ടികൾ അവൻ്റെ സഹോദരങ്ങളുണ്ട്. ആ കുട്ടികളുടെ പഠനം ഉൾപ്പെടെയുള്ള ചുമതലകൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സർക്കാർ തയ്യാറാകണം. ഇവിടെ അനസ്തേഷ്യ ഡോക്ടർ ഒരു തരത്തിലും കേരളം പോലൊരു സമൂഹത്തിന് അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത രീതിയിലാണ് ആ കുഞ്ഞിൻ്റെ ഉപ്പയുടെ കയ്യിൽ നിന്നും 2000 രൂപ കൈമടക്കു വാങ്ങിയാണ് അനസ്തേഷ്യ നടത്താൻ വേണ്ടി തയ്യാറായത്. ഇത്തരം ചില കൊള്ളക്കാർ നമ്മുടെ ആശുപത്രികളിൽ ഡോക്ടർമാരെന്ന മേനി നടിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ഇത്തരം ആളുകളെ കർശനമായ നടപടി സ്വീകരിക്കാൻ എന്തുമാകാം. ഞങ്ങളെ ശ്രദ്ധിക്കാൻ ഗവൺമെൻറ് ഇല്ല, ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരു സർക്കാരില്ല. അപ്പോൾ എന്തുമാകാം എന്ന നിലയിലേക്കാണ് കേരളത്തിൽ ഇത്തരം ചില ഡോക്ടർമാർ മാറിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രവുമല്ല, എന്താണ് കേരളത്തിലെ ആരോഗ്യമന്ത്രി കഴിഞ്ഞ 10 വർഷക്കാലം പറഞ്ഞു നടന്നത്? അദ്ദേഹത്തിന് ചില ആളുകൾ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കും. ആ സ്ക്രിപ്റ്റ് വെച്ച് കോമഡി വായിച്ചുകൊണ്ട് നടന്ന ഒരു കൊമേഡിയനായിരുന്നു കേരളത്തിലെ ആരോഗ്യമന്ത്രി. ഇപ്പോൾ ആ കൊമേഡിയൻ പൂർണ്ണമായും ഒരു കോമാളിയായി മാറുന്ന അനുഭവമാണ് 2 മാസം കൊണ്ട് കേരളത്തിന് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കോഴിക്കോട് നിപ്പയുണ്ടാകുമ്പോൾ നേരെ തിരുവനന്തപുരത്തേക്ക് പോകുന്നയാളായി കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി മാറുന്നത്. കർശനമായ നടപടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിച്ചില്ലെങ്കിൽ DYFI ഇന്നൊരു സൂചനാ സമരമാണ് ഏറ്റെടുത്തതെങ്കിൽ ഏറ്റവും ശക്തമായ പ്രതിഷേധങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ ഈ കാസർഗോഡ് ജില്ല കാണാൻ വേണ്ടി പോകുന്നത് എന്നാണ് DYFIക്ക് പറയാനുള്ളത്.